ഗൈസ്, അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ഇൻ ദുബായ്, അതാണ് ഗ്ലോബൽ വില്ലേജ്. സോ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അതൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. പക്ഷെ വെറുതെ പോയിട്ട് ഷോപ്പ് ചെയ്ത് വരാനുള്ള ഒരു സ്ഥലമല്ല. അതായത് ഇതിന്റെ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ദ എൻറ്റയർ വേൾഡ് ഒരു ഒറ്റ സ്ഥലത്ത് പോയിട്ട് കാണാൻ പറ്റും. അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. ഓരോ രാജ്യത്തിന്റെയും ഡിഫറെന്റ് കൾച്ചർ, ക്രാഫ്റ്റ്, പിന്നെ ആ രാജ്യത്തിന്റെ വിവിധതരം പ്രോഡക്ട്സ്, പിന്നെ കൾച്ചറൽ ഷോസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ ഒരു സംഗമമാണ് ഗ്ലോബൽ വില്ലേജ്. അറൌണ്ട് 90 കൺട്രീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻറ്റയർ വേൾഡിന്റെ ഒരു മിനിയേച്ചർ റെപ്രസെന്റേഷൻ ആണ്. ഐസ്ക്രീം പിടിക്കുന്ന സ്റ്റാച്യു. അതെ, ഐസ്ക്രീം പിടിക്കുന്ന സ്റ്റാച്യു. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലോട്ട് കയറി. ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പം തന്നെ നമ്മൾ സിംഗപ്പൂരിൽ കണ്ടിട്ടുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അതേപോലെ പാരീസിലെ ഡിസ്നി ലാൻഡിന്റെ ഒക്കെ ആ ഒരു കോൺസെപ്റ്റ് വൈസ് ഒരു സാമ്യം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നടക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ സ്ട്രോളേഴ്സ് ഉണ്ട് കേട്ടോ, വിച്ച് ഈസ് ഓഫ് കോഴ്സ് പെയ്ഡ്. ഈ കൺട്രീസ് ഒക്കെ പവിലിയൻസ് പോലെയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, കൂടാരം പോലെയാണ് ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. കുവൈറ്റിന്റെ കാണാം, അത് കഴിഞ്ഞിട്ട് യമൻ ഉണ്ട്, അങ്ങനെ ഓരോരോ കൺട്രീസ്. ബാബിന്റെ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റിക്കണം, അപ്പൊ അതിന് വേണ്ടിട്ട് ഓരോ കൺട്രിയുടെ ഈ പവിലിയന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തിന്റെ കൾച്ചർ, ഫുഡ്, അങ്ങനെ എല്ലാം തന്നെ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോർസ് ഉണ്ട്, നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഷോപ്പ് ചെയ്യാം. അതാണ് ഓരോ പവിലിയന്റെയും പ്രത്യേകത. ഇതെന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റാ? ഇന്ത്യയുടെ പവലിയനിലെ സൂപ്പറാണ് ഒരു ചായ ഗ്ലാസ്. ചായ കുടിച്ചിട്ട് കപ്പ് ഫ്രീ. കച്ചവടക്കാര് വാങ്ങിക്കുന്നത് 10 രൂപ, 7 10 രൂപ. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഓക്കെ, ഇത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് തായ്ലൻഡിനെയാണ്. ദി ഓത്തന്റിക് തായ് ഫുഡിന്റെ ഫുഡ് സ്റ്റോൾസ് ആണ് ഇവിടെ കാണുന്നത്. ഒരു 10ഓളം ട്രഡീഷണൽ വെൻഡേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പോയിട്ട് ഡിഫറെന്റ് തായ് ഫുഡ് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതല്ല, അത് ഈ ഒരു സ്ട്രീറ്റില് കുട്ടി ഫുഡ് സ്റ്റോൾസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാബിക്കും തപ്പിക്കും വേണ്ടിയിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാൻ വേണ്ടി പറ്റിയ ഒരു ഷോപ്പും തപ്പി നടക്കുവാണ്. ഇവിടെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അറബിക് സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ അവരൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിക്കുന്ന കാണാം. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്കൊരു കിഡ്സ് തിയേറ്റർ കാണാം. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ഷോസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് UAE പവിലിയൻ കാണാം. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് സമയം പോകുന്ന നമ്മൾ അറിയുന്നില്ല കേട്ടോ. എല്ലാ പവിലിയൻസിന്റെ അകത്തും ലൈറ്റ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വീണോയാ വാവി തീർക്കല്ല. ഇവിടെ ഇപ്പൊ എന്തോ ഒരു കിഡ്സിന്റെ എന്തോ ഒരു ഷോ ഉണ്ട്. നമ്മൾ അത് കാണാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറണം. സ്ട്രോളർ പുറത്തു വെക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അത് പുറത്ത് വെച്ചിട്ട് ഇപ്പൊ ഉള്ളിലേക്ക് കയറി. ഷോ തുടങ്ങാൻ ഏകദേശം സമയമാണ്. Working on a new trick and I want to show you guys. You want to see? Yeah! Alright, can you count to 3 for me, please? 1, 2, 3. We'll dance at the Space Jam.
Get ready to dance. 5, 6, 7, go. So easy, huh? Okay, now kids, are you ready? ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു രാത്രിയിലത്തെ ബ്യൂട്ടിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. മുഴുവൻ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഷവർമ ട്രൈ ചെയ്ത് നോക്കാൻ പോണോണേ. അല്ല, ഇതിനെ കുറിച്ച് രണ്ട് വാക്ക്. ഷവർമ കഴിക്കണമെന്ന് ആഗ്രഹമായി തിരക്കിലായിരുന്നു. ഇത്രയും നേരം നമ്മൾ ഈ പവിലിയൻസ് ഒക്കെ പുറത്തുനിന്ന് കണ്ട് ആസ്വദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആഫ്രിക്കൻ്റെ ഉള്ളിലാണ് കയറുന്നത് കേട്ടോ. കാരണം ആഫ്രിക്കകത്ത് കാണാൻ ഒത്തിരി നല്ല രസമുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇവര് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവിടെ കയറി നോക്കാം. നല്ല രസമാണ് ഡ്രസ്സ്. അത് വേണ്ട. ആഫ്രിക്കൻ സ്റ്റോറിൽ കൂടുതലും ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ ഡ്രസ്സുകളും ഒക്കെയാണ്. ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര കളർഫുൾ ആയിട്ട്. ഈ ഒരു ആഫ്രിക്കൻ മാർക്കറ്റിൽ കയറുമ്പം തന്നെ നമുക്ക് കണ്ണിന് ഭയങ്കര സുഖമുണ്ട് കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. Hakuna Matata. ആഫ്രിക്ക കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂറോപ്പിനുള്ളിലോട്ടാണ് പോയത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് യൂറോപ്യൻ. ഇതൊക്കെ യൂറോപ്പിന്റെ അവരെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സ് ഇതുവരെ കണ്ടില്ല. നമ്മുടെ നാട്ടിലത്തെ അല്ലേ, നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനെ പളവള ഡ്രസ്സുകളാണുള്ളതല്ലോ. വെറും പറ്റിപ്പ്. എന്നാ മാഷ from China. 2021 ആഡ് ഓൺ ചെയ്ത ഒരു ന്യൂ ഫീച്ചറാണ് ഈ കാണുന്ന റെയിൽവേ മാർക്കറ്റ്. ഇതും തായ്ലൻഡും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. തായ്ലൻഡിലെ അംബ്രല മാർക്കറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ നിങ്ങൾക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ റൈഡ്സ് ഒക്കെ കാണാം കേട്ടോ. ഫ്രീ ഫോളും അതുപോലത്തെ മറ്റ് റൈഡ്സ് ഒക്കെ കാണാം. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ആ പാട്ട് ഏതേനു? London Bridge is falling down.
വെറുതെ ഒന്ന് ആഫ്രിക്കൻ പവീലിയനിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ആഫ്രിക്കൻ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. നമ്മളൊരു ഫാന്റസി വേൾഡിൽ എത്തിയ പോലെയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ത്യൻ പവീലിയനിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 27 പവീലിയൻസ് ഉണ്ട് ഇതുപോലത്തെ. അതിൽ അറൗണ്ട് 90 കൺട്രീസ് ആർ ദർ. അപ്പോൾ അതിൽ നമ്മുടെ സ്വന്തം രാജ്യത്തെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തെ കാണിക്കുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ നമ്മളെന്ന് വാങ്ങി വാങ്ങിച്ചു. പിന്നെ അഞ്ച് ദിർഹത്തിന് വാങ്ങിച്ചു. അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കല്ലേ? മാലയാ ഞാൻ വെച്ചു മാലിയോ ഇപ്പം ഗ്ലോബൽ വില്ലേജ് എന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് എവിടെ കൊണ്ടുപോകണമെന്നുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള നമ്മൾ അതുകൊണ്ട് അവസാനം എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അതിലൊരു തീരുമാനമായിട്ട് നമ്മൾ കിളിപോയ 2 കുട്ടികളുണ്ട്. ഒരാള് മലയാളം പാട്ടാണ് പാടുന്നത്. ഇപ്പം ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറങ്ങാനാകുമ്പോ ഒന്ന് വാബി ഒന്ന് ഓണായിട്ട് ഫുൾ പാട്ടും ഡാൻസെല്ലാം. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിനോട് ബായ് പറയാണ്. രാത്രി ആകുമ്പോഴത്തേക്കും അതിന്റെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഈ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ തൊട്ട് ഒട്ടും ബോറടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഏതാണ്ട് ഒരു 5 മണിക്ക് വന്നതാണ്. ഇപ്പൊ 10 മണിയൊക്കെ കഴിഞ്ഞു. ഇത്രയും സമയം എന്താ പറയുക, ഡേ വെൽ സ്പെൻഡ് എന്ന് പറയാം. ഒട്ടും ബോറടിക്കാതെ നമ്മളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. ഇനി ഈ ലൈഫിൽ ഒരിക്കൽ കൂടി ഇതൊക്കെ കാണുമെന്നറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴത്തേക്കും അതിന്റെ കളർ വീണ്ടും മാറിയിട്ടുണ്ടായിരുന്നു.